നമസ്കാരം. മുൻ ഭാര്യയെയും കാമുകനെയും കൊലപ്പെടുത്താൻ ഏൽപ്പിച്ച വാടക കൊലയാളി അവസാനം മകനെ കൊലപ്പെടുത്തി. ലക്നൌവിലാണ് സംഭവം. മുൻകൂർ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് കൊലയാളി യുവാവിന്റെ മകനെ കൊലപ്പെടുത്തിയത്. വിനായക് സാഹു എന്നയാളാണ് കൊല്ലപ്പെട്ടത്. പിതാവ് അഞ്ജനി സാഹു പരാതി നൽകി 24 മണിക്കൂറിനുള്ളിൽ പോലീസ് വെള്ളിയാഴ്ച 4 പ്രതികളെ അടക്കം അറസ്റ്റ് ചെയ്യുകയും കൊലപാതകം നടത്തിയ ആയുധം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിനായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. സർവൈലൻസ് ടീമിന്റെ സഹായത്തോടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വെള്ളിയാഴ്ച ഒമാക്സ് മെട്രോ സിറ്റി അണ്ടർപാസിന് സമീപത്ത് നിന്ന് 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശിവം റാവത്ത്, ആശിഷ് കുമാർ, ആമിർ ആലം, ശിവറാവത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമായ രക്തം പുരണ്ട കത്തി പോലീസ് കണ്ടെടുത്തു. വിനായകന്റെ അമ്മ ശാന്തി സാഹുവിനെയും അവരുടെ രണ്ടാമത്തെ ഭർത്താവ് ഇമ്രാനെയും കൊലപ്പെടുത്താൻ അഞ്ജനി കുമാറും പ്രതിയെ വാടകയ്ക്കെടുത്തതായി ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടതായി DCP സിംഗ് പറഞ്ഞു. ഇമ്രാനൊപ്പം താമസിക്കാൻ ശാന്തി അഞ്ജനിയെ ഉപേക്ഷിച്ചു. തുടർന്ന് അച്ഛനും മകനും പ്രതികാരം ചെയ്യാൻ പദ്ധതിയിട്ടു. കൊലപാതകത്തിന് ആമിറിനും ആശിഷിനും ഒരു ഓട്ടോറിക്ഷയും ശിവത്തിനും ശിവയ്ക്കും 2.5 ലക്ഷം രൂപയും നൽകാമെന്ന് വിനായക് വാഗ്ദാനം ചെയ്തു. മാർച്ച് 5-ന് പ്രതികൾ 1.5 ലക്ഷം രൂപ മുൻകൂർ ആവശ്യപ്പെട്ടപ്പോൾ വിനായക് വിസമ്മതിച്ചു. ഇത് വഴക്കിലേക്ക് നയിച്ചു. തർക്കത്തിനിടയിൽ എല്ലാവരെയും കൊല്ലുമെന്ന് വിനായക് ഭീഷണിപ്പെടുത്തിയതായി ആരോപിക്കുന്നു. മദ്യലഹരിയിൽ വിനായകന്റെ കഴുത്തിൽ കുത്തുകയായിരുന്നു. കിങ്ഫിഷർ ബ്രാൻഡിലുള്ള 2 ഒഴിഞ്ഞ ബിയർ ക്യാനുകൾ, രക്തം പുരണ്ട ഒരു കത്തി, ഒരു ജോഡി സ്ലിപ്പറുകൾ, 2 ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ, രക്തം പുരണ്ട ഒരു തുണി, കോട്ടൺ സോപ്പുകൾ ഉപയോഗിച്ച് ശേഖരിച്ച രക്തസാമ്പിളുകൾ, പൊട്ടിയ ഗ്ലാസ് കുപ്പി കഷ്ണങ്ങൾ, 2 ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, രക്തം പുരണ്ട 2 കയ്യുറകൾ, ഒരു ഫിംഗർ പ്രിന്റ് കാർഡ് എന്നിവ പോലീസ് കണ്ടെടുത്തതായും പറയുന്നു.